പെണ്ണിന്റെ ഒരു കാര്യം നീ കൊടുക്ക്. ഹലോ. ആ അമ്മേ, അവളെ ഹാപ്പി അല്ലേ? അതെ. അവള് കഴിക്കുന്നൊക്കെ ഉണ്ടോ? കുറവാ, എന്നാലും കഴിക്കുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണേ, അവളുടെ കൂടെ നിക്കണം. അതങ്ങനെ തന്നെയാ. ആ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറയാട്ടോ. ശരി മോളെ. ഓക്കെ, വെക്കുവാണേ. കട്ട് ചെയ്തോ? ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട്. എന്നോട് പറഞ്ഞില്ലല്ലോ. അതിനവിടെ കൊറേ ജോലിയില്ലേ മോളെ, അത് വിളിക്കാന്ന് പറഞ്ഞ വിളിക്കുമല്ലോ. പിന്നെ എന്നാ? എനിക്ക് ഇനിയും പറയാനുണ്ടായിരുന്നു. ഇനി എന്നതാ? ഞാനെല്ലാം പറഞ്ഞില്ല. ഇനി വിളിക്കുമ്പോ പറ. ശോ. ദേ പഠിക്ക്, പരീക്ഷയാ. ഓ. ഹലോ. ഹലോ മിസ്റ്റർ സ്റ്റാൻലി, ഞാനിവിടെ ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ റിസപ്ഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹലോ മിസ്റ്റർ മേനോൻ, മോർണിംഗ്. മോർണിംഗ്. പ്ലീസ് കം. കോഫി, ടീ ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? ഏയ്, ഒന്നും വേണ്ട. സ്റ്റാൻലി എപ്പോ എത്തി? ഞാനൊരു 10 മണിയോടെ വന്നു. കുളത്തുപുഴയിൽ രാവിലെ തിരിച്ചു അല്ലേ? തിരിച്ചു. എനിക്ക് തിരിച്ചു പോവേണ്ട സമയം കൂടി കിട്ടണമല്ലോ. താങ്കൾ കാണണമെന്ന് പറഞ്ഞു, ഞാനിവിടെ വന്നു. ഇനി എന്താണ്? താങ്കൾ കുളത്തോപ്പുഴയിൽ എന്റെ വീട്ടിൽ വന്ന് ഒരു ബോംബിട്ടിട്ട് പോയ പോലെ അങ്ങ് പോയി കളഞ്ഞു. എനിക്കൊരു മകളുണ്ടെന്ന്, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവളെ പ്രസവിച്ചത് വൈജയന്തിയാണെന്ന്. അവൾ ഒരനാഥാലയത്തിലാണ് വളർന്നതെന്ന്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സർവന്റാണെന്ന്, വൈജയന്തിക്ക് അവളെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന്, എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെ. ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അവൾ എന്റെ വീട്ടിലെ ജോലി മതിയാക്കി പോവുകയാണ്. ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള രേഖകളും സാക്ഷികളും ഇല്ല എന്നും താങ്കൾ പറഞ്ഞു. അല്ലെങ്കിലും
അലീന നിങ്ങളുടെ വീട്ടിൽ എത്തിപ്പെട്ടതിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. നിങ്ങൾക്ക് മാത്രം എങ്ങനെ അലീനയെ തിരിച്ചറിയാൻ സാധിച്ചു? വൈജയന്തി ഉൾപ്പെടെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോയി? അതിനും കാരണം ഉണ്ടാവണമല്ലോ. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് എനിക്കും ചില കാര്യങ്ങൾ അറിയണം. വൈജയന്തിയായിട്ട് പിരിയുന്ന കാലത്ത് നിങ്ങൾ കൊളത്തൂപ്പുഴയിൽ വീടും എസ്റ്റേറ്റും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ വീട് പുനലൂരായിരുന്നു. അതെ, ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഞാൻ ആ വീടും തോട്ടവും വാങ്ങിയത്. പുനലൂരും പാലായും തമ്മിൽ അങ്ങേയറ്റം 3 മണിക്കൂർ ഡ്രൈവിന്റെ ദൂരേ ഉള്ളൂ. 23 വർഷം മുമ്പും അത്ര ദൂരേ ഉള്ളൂ. എന്നിട്ടും കൊല്ലപ്പള്ളിക്കാർ വന്ന് കടത്തിക്കൊണ്ടുപോയ വൈജയെ പാലായിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്വേഷിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പാലായിലെ കൊല്ലപ്പള്ളി വീട്ടിൽ 2 തവണ ഞാൻ പോയി. വൈജയന്തിയെ അവളുടെ ഏതൊരു ബന്ധു വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ആദ്യ തവണ തിരക്കി ചെന്നപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി അവരെന്നെ തിരിച്ചയച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരക്കി ചെന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും തിരിച്ചയച്ചു. താങ്കളുടെ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് കുറെ നാൾ ഹോസ്പിറ്റലായിരുന്നു എന്ന് ഗംഗാധരമേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വെറും ആക്സിഡന്റ് അല്ല, വധശ്രമം. ബൈക്ക് ജീപ്പിലിടിപ്പിച്ച് എന്നെ കൊല്ലുകയായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ കൊല്ലപ്പെട്ടത് അവരുദ്ദേശിച്ച പോലെ ഞാനായിരുന്നില്ല എന്ന് മാത്രം. ഞാൻ ഗുരുതരമായ പരിക്കുകളുടെ ഹോസ്പിറ്റലിലായി. എന്റെ കസിൻ ജോർജ് മരിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരാൻ 3.5 മാസം എടുത്തു. വീട്ടിൽ 2 മാസത്തെ ബെഡ് റെസ്റ്റും ആയുർവേദിക് ട്രീറ്റ്മെന്റുകളും. കൊലപാതക ശ്രമമായിരുന്നെങ്കിൽ കേസെടുക്കായിരുന്നില്ലേ? എന്റെ കസിൻ ജോർജ് മരിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരാൻ 3.5 മാസം എടുത്തു. വീട്ടിൽ 2 മാസത്തെ ബെഡ് റെസ്റ്റും ആയുർവേദിക് ട്രീറ്റ്മെന്റുകളും. കൊലപാതക ശ്രമമായിരുന്നെങ്കിൽ കേസെടുക്കായിരുന്നില്ലേ? പോലീസ് കേസുണ്ടായിരുന്നു. പക്ഷെ ആർക്കെതിരെ? തെളിവൊന്നുമില്ല. ഇടിച്ച ജീപ്പിന്റെ പൊടി പോലും കണ്ടുകിട്ടിയില്ല. തെളിവുകളെല്ലാം അയച്ചു കളയാനുള്ള സമയം അവർക്ക് കിട്ടി. ഞാനും ജോർജുമായിരുന്നു ദൃക്സാക്ഷികൾ. ജോർജ് ഓൺ ദ സ്പോട്ടിൽ തന്നെ പോയി. ഞാൻ ഹോസ്പിറ്റൽ കോമയിലും. 3 മാസത്തിനുള്ളിൽ അവരെല്ലാം ക്ലിയർ ചെയ്തു. ആരാണ് ആക്സിഡന്റ് പുറകിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാവോ? ശിവശങ്കര മേനോനും രാജീവ് മേനോനും. അവർക്ക് വേണ്ടതെല്ലാം ശരിയാക്കി കൊടുത്തത് കുഞ്ഞിരാമ മേനോൻ. അവർ നേരിട്ട് നടത്തിയതാണോ ഈ ജീപ്പ് പിടിപ്പിക്കൽ? അവർ പണം കൊടുത്ത് ചെയ്യിച്ചു. അന്ന് ഇന്നത്തെക്കാൾ ശക്തമാണ് വാടക കൊലയാളി സംഘങ്ങൾ. എന്നാലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ എങ്ങനെ നടപ്പാക്കി? രാത്രിയിലായിരുന്നു സംഭവം. പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു ജീപ്പ് റോങ് സൈഡിലൂടെ പാഞ്ഞു വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ. ഹെഡ്ലൈറ്റുകൾക്ക് പുറമെ നമ്മുടെ കണ്ണടപ്പിക്കുന്ന 2 എക്സ്ട്രാ ലൈറ്റുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊക്കെ പോലീസിനോട് മൊഴി കൊടുക്കുമ്പോൾ 3 മാസം കഴിഞ്ഞിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് CCTV ക്യാമറകൾ വളരെ കുറവാണല്ലോ. ഇടിച്ച ജീപ്പ് അഴിച്ച് ആക്രി പാർട്സുകളാക്കി തമിഴ്നാട്ടിൽ വിറ്റു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അന്വേഷണവും നടത്തിയില്ലേ താങ്കൾ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം? ഞാൻ പിന്നീട് അതിന്റെ പിറകെ പോയില്ല. ഫലമില്ലെന്ന് ബോധ്യപ്പെട്ടു. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അനുജൻ ആൽബി പറഞ്ഞാണ് അറിഞ്ഞത് വൈജയന്തിയുടെ മാരേജ് കഴിഞ്ഞു. വിവാഹ ഫോട്ടോയും വാർത്തയും ന്യൂസ് പേപ്പറിൽ കണ്ടെത്തറേ. എൻ്റെ മനസ്സിൽ അതിനു മുന്നേ ആ ചാപ്റ്റർ ക്ലോസ്ഡായി കഴിഞ്ഞിരുന്നു.
എന്നാലും ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് വീറും വാശിയും പകയൊക്കെ മനസ്സിൽ കാണേണ്ടതല്ലേ? താങ്കൾ ഒരു പട്ടാളക്കാരനല്ലേ? ഒരു റിവഞ്ച് വേണമെന്ന് തോന്നിയില്ലേ? അതിലൊക്കെ എന്തർത്ഥം മിസ്റ്റർ മേനോ? ആ ഫാമിലിക്ക് ഞാൻ സ്വീകാര്യനല്ലായിരുന്നു. കാരണം ലളിതം. 2 മതങ്ങൾ, 2 സംസ്കാരങ്ങൾ, അതൊക്കെ കുറെ മാറി. പിന്നെ ചില കാരണവർമാർക്ക് വാശിയും വൈരാഗ്യവും വളരെ കൂടുതലാണ്. എന്റെ അപ്പച്ചൻ അങ്ങനെ ഒരാളാ. ദുരഭിമാനക്കൊലകൾ ഇപ്പോഴും നടക്കുന്നില്ലേ? ഞാൻ റിവഞ്ച് ചെയ്യണമെങ്കിൽ സിനിമയിലെ പ്രതിനായകനെ പോലെ തോക്കും ഗ്രനേഡും ബോംബും ഒക്കെയായി ഇറങ്ങണം. ഞാൻ ആരോടൊക്കെ പ്രതികാരം ചെയ്യണം? കുഞ്ഞിരാമ മേനോൻ, 3 ആൺമക്കൾ, 1 മകൾ, പിന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ ചരട് വലിച്ചവർ. ഒരുപക്ഷെ താങ്കളും ആ ലിസ്റ്റിൽ പെട്ടുപോയിരിക്കും, അല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല മിസ്റ്റർ മേനോൻ. അടുത്ത വർഷം ഞാനൊരു കല്യാണം കഴിച്ചു. ചരിത്രപരമായി എന്റെ കടമകൾ നിർവഹിച്ചു. That's all. ഇനി ഈ 23 വർഷങ്ങൾക്ക് ശേഷം ആരോടും പകയൊന്നുമില്ല എന്റെ മനസ്സിൽ. മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം വേഷങ്ങൾ കെട്ടേണ്ടി വരുന്നു. മിസ്റ്റർ മേനോൻ, ഒരു ചായ പറയട്ടെ? പറയാം. ഗോവർദ്ധനങ്ങളായിരുന്നോ? വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ ഓർത്തു അച്ഛനാണെന്ന്. ബാലേട്ട് ഇത്ര നേരത്തെ പോയോ? ബാലേട്ടിന്റെ ഓഫീസ് ഫയലല്ലേ ഇത്? ഇതെടുക്കാൻ അച്ഛൻ തിരിച്ചു വന്നതായിരിക്കുമെന്നാ ഞാൻ ഓർത്തെ. അപ്പം ബാഗ് വെച്ചിട്ട് ബാലേട്ട് ഇവിടെ പോയി? ഗോവർദ്ധനങ്ങളുടെ കടയിലോട്ട് ചെല്ലാനല്ലേ പറഞ്ഞേ? എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വച്ച് പിടിച്ചിങ്ങ് പോകുന്നു. ആ, ഞാനെന്നാ അച്ഛനെ ഒന്ന് വിളിക്കാം. ഏയ്, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ ബാലേട്ടാ. ആ, ഗോവർദ്ധന, താൻ എവിടെ എത്തി? ബാലേട്ടാ, ഞാനിവിടെ കടപ്പാട്ടൂരുണ്ട്. ബാലേട്ടൻ എവിടെ? ഞാനിവിടെ നമ്മുടെ ഹോട്ടലില്ലേ, താൻ ഇങ്ങോട്ട് വാ. താനെന്തിനാ വീട്ടിലോട്ട് പോയേ? ബാലേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കാണുമെന്ന് കരുതിയേ. ആ, എന്നാ പിന്നെ താൻ വേഗം പോരെ. ശരി ബാലേട്ടാ. ആ, പിന്നെ ബാലേട്ടന്റെ ഓഫീസ് ബാഗ് ഇവിടെ ഉള്ളേ, അതെടുക്കണോ? ആ ആ, അതെടുത്തോ. പെട്ടെന്നെങ്കിൽ പോകുന്നപ്പോ ഞാൻ മറന്നതാ. ആ, ശരി ബാലേട്ടാ. എന്നാ പിന്നെ താൻ പെട്ടെന്നെങ്കിൽ പോന്നേക്ക്, വൈകണ്ട. ഞാൻ ഇറങ്ങുവാ. പിന്നെ അവിടെ ഞാൻ കടയിലാന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ക്ലയന്റ് വന്നു എന്ന് പറയാം, കോയമ്പത്തൂരിന്ന് മറ്റോ. ആ, പറയാൻ ബാലേട്ടാ. ശരി, വെച്ചോ. ബാഗ് മറന്നു പോയി ഇറങ്ങിയപ്പോ. ആ, അച്ഛൻ എവിടെയാണെന്നാ പറഞ്ഞേ? ഹോട്ടലില്. ഹോട്ടലിലോ? ആ, ഹോട്ടലില് കോയമ്പത്തൂർന്ന് നമ്മള് സ്വർണ്ണം എടുക്കുന്ന ടീം വന്നിട്ടില്ലേ, അവരെയും കൊണ്ട് കാപ്പി കുടിക്കാനായിട്ട്. ഇവിടെ വരുമ്പോ നമ്മളല്ലേ സൽക്കരിക്കാനുള്ളേ. ആ, അത് ശരിയാ, നമ്മളാ. എന്നാ ഞാൻ ചെല്ലട്ടെ, എനിക്കിട്ട് വെയിറ്റ് ചെയ്യാ. ആ, ഗോവർദ്ധനങ്ങളെ, ആ, ബാഗ്. അങ്കിളും മറന്നല്ലോ. ബാലേട്ടൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോ ഞാനും ആ കാര്യം മറന്നുപോയി.
ഗോവർദ്ധൻ അങ്കിളുടെ എന്താ ഒരു ടെൻഷൻ? ടെൻഷനോ? എനിക്കോ? ആ, പെട്ടെന്നൊരു വെപ്രാളം പോലെ. ഏയ്, ബാലേട്ടൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞതല്ലേ, അതായിരിക്കും. ഓൾറെഡി ഞാൻ ലേറ്റ് അല്ലേ. ഒരു സ്ഥലത്ത് ലേറ്റ് ആയ പിന്നെ ബാലേട്ടന് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നാ ഞാൻ ചെല്ലട്ടെ മോളെ. ഉം. ഗോവർദ്ധൻ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കോൺവെർസേഷൻ തടസ്സാവില്ലേ? ഏയ് കുഴപ്പമില്ല. ഗോവർദ്ധനന്റെ ബ്രദറിലെ അയക്കിപ്പോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ് ആരാണെന്നറിയാം, അലീന ആരെന്നും അറിയാം. ഓക്കെ. അലീനയുടെ ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ ഇതുവരെ എന്നോട് പറഞ്ഞില്ല. പറയാം. വൈജ നെയ്യാറ്റിങ്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അലീനെ പ്രസവിച്ചത്. ഹോസ്പിറ്റൽ അതോറിറ്റിയായിട്ട് ആലോചിച്ചൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തിയൊരു ഡെലിവറി എന്നാണ് എൻ്റെ ഒരു അറിവ്. കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു എന്നാ വൈജയെ ധരിപ്പിച്ചത്. കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയതുകൊണ്ട് വൈജയ്ക്കോ മറ്റുള്ളവർക്കോ സംശയം തോന്നി കാണത്തുമില്ല. എന്തായാലും അവരങ്ങനെ വിശ്വസിപ്പിച്ചു. ഡോക്ടർക്ക് പൈസ കൊടുത്താൽ അതൊക്കെ ഏത് കാലത്തും നടക്കും. ആ, കുഞ്ഞിരാമ മേനോനും അയാളുടെ ഭാര്യ സഹോദരൻ ശങ്കുണ്ണി മേനോനും ചേർന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി കഴക്കൂട്ടത്തുള്ള സ്നേഹനികേതനം എന്നൊരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. ഗംഗാധര മേനോനും അതിൽ മനസ്സറിവുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ ശങ്കുണ്ണി മേനോൻ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് താമസിച്ചിരുന്ന ആളല്ലേ? വൈജയന്തി ശങ്കുണ്ണി മേനോനെ പറ്റി എപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, ആളത് തന്നെ. ബ്രിജിത്താമ്മ എന്നൊരു സ്ത്രീയാണ് ഈ സ്നേഹനികേതനം എന്ന ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ടൊരു 22.5 വർഷക്കാലം അലീന അവിടുത്തെ അന്തേവാസിയായിരുന്നു. ഈ ബ്രിജിത്താമ്മ കരൾ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഓർഫനേജിൽ ഉണ്ടായിരുന്ന മറ്റ് അഗതികളെ എല്ലാവരെയും മറ്റുള്ള അനാഥാലയങ്ങളിലേക്ക് മാറ്റി. അലീനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടി ബ്രിജിത്താമ്മ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു. അന്ന് കൈതക്കൽ കുഞ്ഞിരാമമേനോൻ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുകയായിരുന്നു. മൂപ്പര് സ്നേഹനികേതനത്തിന് പോയി അലീനയെ കണ്ടു. കാലൊടിഞ്ഞു കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അലീനയെ കൈതക്കിലേക്ക് കൊണ്ടുപോകാമെന്ന് മൂപ്പര് ബ്രിജിത്താമ്മയോട് സമ്മതിച്ചു. ആ, അധികം വൈകാതെ കുഞ്ഞിരാമമേനോൻ മരിച്ചു. ബ്രിജിത്താമ്മയും പോയി. ഞാനും ശിവശങ്കര മേനോന്റെ മകൻ മനുവും കൂടെ കഴക്കൂട്ടത്ത് പോയി അലീനയും കുട്ടി കൈതക്കിലെത്തി. കിളവന്റെ അന്ത്യാഭിലാഷം നിറവേറണമല്ലോ. എന്നെ ചതിച്ച് മകളെ എന്റെ ഈ തലയിലോട്ട് വച്ചു തന്ന ആളാണെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മൂപ്പര് ചാകുന്നതിന് മുമ്പ് പണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരം ചെയ്ത മകളുടെ രഹസ്യപുത്രിയെ തറവാട്ടിലേക്ക് കൊണ്ടുചെന്ന് വേലക്കാരിയായിട്ട് വാഴിക്കാന്നുള്ളത് നല്ല കാഞ്ഞ ബുദ്ധി ഇല്ലേ? അലീനയ്ക്കറിയോ, കൈതക്കൽ വീട് അവളുടെ അമ്മ വീടാണെന്നും വൈജയന്തി അവളുടെ അമ്മയാണെന്നും. മരിക്കുന്നതിന് മുമ്പ് ബ്രിജിത്താമ്മ അലീനയോടെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. കൂട്ടത്തിൻ്റെ വ്യവസ്ഥയും വെച്ചു. ആ വീട്ടിൽ പോയി നിനക്ക് താമസിക്കാം, ജോലി ചെയ്യാം, ബന്ധുക്കളെ കാണാം, കൂടപ്പുറപ്പുകളോട് സംസാരിക്കാം, അമ്മയുടെ അരികെ ചെന്ന് നിൽക്കാം. പക്ഷെ നീ ആരാണെന്ന് അവരാരും ഒരിക്കലും അറിയരുത്. വാക്ക് തരണമെന്ന്. അവൾ ആ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. ആരോടും പറഞ്ഞില്ല അവൾ ആരാണെന്ന്. പിന്നെ എങ്ങനെ താങ്കൾ ആ രഹസ്യം അറിഞ്ഞു? എനിക്ക് അലീനയുടെ പെരുമാറ്റത്തിൽ പലപ്പോഴും സംശയം തോന്നി. അവളുടെ ഫോൺ കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്തു. ഓർഫനേജിൽ അവളുടെ കൂട്ടുകാരിക്ക് എല്ലാം അറിയായിരുന്നു. അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് സത്യം വെളിപ്പെട്ട് കിട്ടി.
എന്നിട്ടും വിശ്വാസം വരാതെ ഞാൻ നീലഗിരിക്ക് പോയി. അവിടെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ച് ജീവിക്കുന്ന ഗംഗാധരമേനോട് കണ്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ അനുജത്തി എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഗംഗാധരമേനോൻ അടിയറവ് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം ഞാനും തകർന്നുപോയി. വൈജയെ മോഹിച്ച് കല്യാണം കഴിച്ചവനാ ഞാൻ. അവൾ എന്റെ കൺമുന്നിലാ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം. അവക്കൊരു ലവ് ലെറ്റർ കൊടുത്തത് അവളെ വീട്ടിൽ കാണിച്ചിട്ട് അവളുടെ അച്ഛൻ കുഞ്ഞിരാമമേനോൻ എന്നെ വിളിച്ചു വരുത്തി കൈതക്കൽ മാളിക വീട്ടിന്റെ മുറ്റത്ത് വെച്ച് എന്നെ ചെകിടത്തടിച്ചിട്ടുണ്ട്. അന്ന് ഞാനെടുത്ത തീരുമാനമാ വൈജയന്തി ഞാൻ തന്നെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ അവളെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എനിക്ക് കിട്ടിയതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മിസ്റ്റർ സ്റ്റാൻലി താങ്കൾക്കാ. അന്ന് നീലഗിരിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോ നിങ്ങളെ എന്റെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെച്ചു കൊന്നനെ. എനിക്കെന്റെ മകളെ ഒന്ന് കാണണം. കണ്ടോ, അയാളെ കണ്ടു നോക്കട്ടെ. അയാൾക്ക് കണ്ട് ബോധ്യപ്പെടട്ടെ. അയാൾക്ക് പൂർണ്ണ മനസ്സ് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എന്റെ മോളെ അയാളുടെ കൂടെ വിടത്തുള്ളൂ. ഓർത്തിന ഇപ്പൊ നമുക്ക് സ്റ്റാൻലി ജോസഫ് ഉണ്ട്. അയാളുടെ റൗണ്ട് കഴിയട്ടെ. അത് കഴിഞ്ഞ് വൈജയന്തി.